അപ്പോൾ മക്കളെ എക്സാമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എന്തായാലും നിങ്ങളുടെ ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞിപ്പോൾ വന്നിരിക്കില്ല. അപ്പോൾ ടീച്ചർ നല്ല ഐശ്വര്യമായിട്ടുള്ള കുറച്ച് സമ്മാനങ്ങൾ തരാം. കുറേ മുട്ടകളുണ്ട്. കോഴിമുട്ടയുണ്ട്, ആനമുട്ടയുണ്ട്, പിന്നെന്താ താറാമുട്ടയുണ്ട്, പല ഷേപ്പിലുള്ള മുട്ടകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഞാൻ നല്ല വയറ് നിറച്ച് തരുന്നുണ്ട്. മേക്കപ്പ് ചെയ്യാനും ഒന്നിനും ആരും ഒന്നും മറന്നിട്ടൊന്നുമില്ല. എല്ലാ കണ്ണും സ്ലൈഡൊക്കെ യഥാർത്ഥ സ്ഥാനത്തൊക്കെ കുത്തി വന്നിട്ടില്ലേ? ശരി തരാം. സ്നേഹ, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. 50ൽ 49 മാർക്ക്. 1 മാർക്ക് നീ ആർക്കാ കൊടുത്തേ? ഇപ്രാവശ്യം ടീച്ചർ ക്ഷമിച്ചു. അടുത്ത പ്രാവശ്യം ആ പോയി 1 മാർക്കും കൂടിയിട്ട് അടുത്ത എക്സാമിന് 15-50 വാങ്ങിക്കണം. ഓക്കെ, പൊക്കോ. അനഘ, എഴുതിയതൊക്കെ ശരിക്കും തന്നെയാണല്ലോ എഴുതിയത്. 15ൽ 49 മാർക്കാ. നീ എന്താ സ്നേഹയുടെ ഒപ്പാണോ ഇരുന്നത്? ഇല്ല മിസ്സേ, പിന്നെ ഞാൻ പഠിച്ചെഴുതിയത്. നീ എക്സാമിന് തുണ്ടെങ്ങാനും വെച്ച് പാസ്സായ? ഇല്ല മിസ്സേ, തുണ്ടൊന്നും ഞാൻ വെച്ചിട്ടില്ല. ഓ, അപ്പൊ പഠിച്ച കിട്ടും. അപ്പൊ പഠിക്കാണ്ടാണ് നീ, മനഃപൂർവ്വം പഠിക്കാണ്ടാണ് നീ. 4 ബാക്ക് ബെഞ്ചിലിരിക്കണ വിളിക്ക് എങ്ങനെ ഇത്ര മാർക്ക് കിട്ടിയത്? മറ്റേ കൊച്ചിനൊക്കെ മാർക്കുണ്ടല്ലോ പൊന്നെ. നീ ഒരു കാര്യം ചെയ്യ്, നീ ആ ബാക്കിലത്തെ ബെഞ്ചുകളിലത്തെ പിള്ളേരെ എടുത്ത് കൂട്ടിയിട്ടാണ് നിനക്ക് എക്സാമിന് മാർക്കൊക്കെ കുറയണത്. ഈ ഫ്രണ്ടിൽ വന്നിരിക്കുക. പിന്നെ ആ ഉഴപ്പിലെ ഗ്രൂപ്പിൽ നിന്നൊക്കെ നീ മാറി നടക്ക്. നന്നായി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ, എൻ്റെ ക്ലാസ് ഫ്രണ്ടിൽ വന്നിരുന്ന് കേൾക്കണം. ഫ്രണ്ടിൽ വന്നിരുന്ന് കേട്ട കാരണമാണ് നിനക്കിപ്പോൾ ഈ എക്സാമിൽ മാത്സിൽ 15-49 മാർക്ക് കിട്ടിയത്. അപ്പോൾ ആര് ചോദിച്ചാലും നീ എന്ത് പറയണം? മിസ്സിൻ്റെ ക്ലാസ് നന്നായി എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നു. മിസ് എന്നെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തിയ കാരണമാണ് എനിക്ക് മാത്സിൽ നല്ല മാർക്ക് കിട്ടിയത്. അതുകൊണ്ടല്ലേ നിനക്ക് നല്ല മാർക്ക് കിട്ടിയത്. ഇല്ലെങ്കിൽ എല്ലാത്തിലും പൊട്ടറ നീ ഇങ്ങനെ ഇത്ര നല്ല മാർക്ക് വാങ്ങിക്കണേ. എൻ്റെ ക്ലാസ് എടുക്കണതിൻ്റെ ഗുണം, ഞാൻ എടുക്കണത് നിനക്ക് നല്ലതുപോലെ മനസ്സിലാവണ കാരണമല്ലേ നിനക്കിപ്പോൾ എക്സാമിന് ഇത്ര നല്ല മാർക്ക് കിട്ടിയത്. ആ ഉഴപ്പ് ഗ്രൂപ്പിൽ നിന്നൊക്കെ അങ്ങോട്ട് മാറി നടക്കുക. ഫ്രണ്ടിൽ ഇവളുടെ എടുത്ത് വന്നിരിക്കുക. അപ്പോൾ അതേ ഇതേപോലെ നല്ല മാർക്കൊക്കെ കിട്ടും. അപ്പോൾ ടീച്ചർമാരും എല്ലാവരൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, മാത്സ് ടീച്ചറുടെ ക്ലാസ്സിൽ ടീച്ചർ എന്നെ ഫ്രണ്ടിൽ ഇരുത്തണം, പിന്നെ ടീച്ചറുടെ ക്ലാസ് എനിക്ക് നല്ലതുപോലെ മനസ്സിലാവേണ്ടത്. അപ്പം എല്ലാവർക്കും പേപ്പറുകളൊക്കെ കിട്ടിയില്ലേ? അവിടെ ഇരുന്ന എല്ലാവരും ഞാനിങ്ങനെ കൂട്ടിയതെങ്ങാനും തെറ്റിയുണ്ടോ? ഈ കൊച്ച് വേറെ വല്ല ട്യൂഷന് പോകണ്ടോണം. ഇനി എല്ലാവരോടും അത് പറയണം അവൻ ട്യൂഷന് പോയിട്ട് എനിക്ക് മാർക്ക് കിട്ടിയെന്ന്. എന്നാലും ഇത് എങ്ങനെ ഒരമ്പൊന്നും ഇല്ലല്ലോ. ഇന്നും പൊട്ടണോളൂ. ഇന്നെന്ത് ഇത്രയും നല്ല മാർക്ക് വാങ്ങിച്ചേ? എന്തെങ്കിലും ആവട്ടെ, എൻ്റെ പേര് പറഞ്ഞാൽ മതിയായിരുന്നു. ചിലപ്പോൾ ആ കൊച്ച് ട്യൂഷനൊന്നും പോകണ്ടാവില്ല. എൻ്റെ ക്ലാസ് കേട്ടിട്ട് എന്നെ പഠിച്ചതായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ ക്ലാസ് ഏത് പിള്ളേർക്ക് മനസ്സിലാവാത്തത്? എൻ്റെ ഒരു കാര്യം.